Welcome to Garam Masala, the magic spices of cooking. ഇന്ന് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. മല്ലിപ്പൊടി എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത്. സാധാരണ നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന മല്ലിപ്പൊടിക്ക് ഒരുപാട് ഫ്ലേവർ ഒന്നും ഉണ്ടായിരിക്കില്ല. ആ സമയം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന മല്ലിപ്പൊടിയിൽ മായം കലർത്തിയിട്ടുണ്ടാകും. ഇതൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ നല്ല മല്ലിപ്പൊടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1/4 കിലോ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഈ മല്ലിയെ നന്നായി കഴുകിയതിനു ശേഷം ഉണക്കിയെടുക്കണം. ഇങ്ങനെ ഉണക്കിയെടുത്തിട്ടുള്ള മല്ലിയാണിത്. ഇത് ഞാൻ വെയിലിലിട്ട് ഉണക്കിയെടുത്തിരിക്കുകയാണ്. ഈ ഉണക്കിയെടുത്തതിനെ നമുക്ക് ഡയറക്റ്റ് തന്നെ പൊടിച്ചെടുക്കാം. എന്നാൽ ഞാൻ ഇതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് പൊടിച്ചെടുക്കുന്നത്. ഡ്രൈ റോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ ഒന്നുകൂടെ ഫ്ലേവർ ഉണ്ടായിരിക്കും ഇത്. അതുപോലെ തന്നെ ഒന്നുകൂടെ കളറും ഉണ്ടായിരിക്കും. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് നല്ല ക്രിസ്പി ആയി വരണം. അതുപോലെ തന്നെ ഗോൾഡൻ കളറും ആകണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കൂടെ ഒന്ന് ഫ്രൈ ആയി വരണം. കറിവേപ്പില ചേർത്താൽ മല്ലിപ്പൊടിക്ക് ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ മല്ലിപ്പൊടിയിലോട്ട് പെരിഞ്ചീരകം കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. 1/4 കിലോ മല്ലിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വരെ പെരിഞ്ചീരകം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ പെരിഞ്ചീരകം ചേർക്കുന്നില്ല. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു വരണം. ഇതാണ് നമ്മുടെ മല്ലിയുടെ പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. 1/4 കിലോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പാനിൽ തന്നെയാണ് വെക്കുന്നത്. ഒരു പേപ്പറിലോട്ടോ എന്തിലോട്ടെങ്കിലും പരത്തിയതിനു ശേഷം തണുത്ത് വരണം. ഇത് ഇങ്ങനെ തണുത്ത് വന്നിട്ടുള്ള മല്ലിയാണിത്. ഇനി ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ ജാറിലോട്ട് എടുക്കാം. ഇതിനെ നന്നായി പൊടിച്ചെടുക്കണം. 1 കിലോ ഒക്കെ ആണെങ്കിൽ മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുക്കാം. ഇവിടെ 1/4 കിലോ ആയതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നത്. 2-3 പ്രാവശ്യമായി പൊടിച്ചെടുത്താൽ മതി. നമ്മുടെ ഹോം മെയ്ഡ് കൊറിയാണ്ടർ പൗഡർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഇത് ഞാൻ മില്ലിൽ പൊടിപ്പിച്ചെടുക്കാൻ വേണ്ടി ഉണക്കി വെച്ചിട്ടുള്ള അരി, മുളക്, അതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ച മെത്തേഡിൽ വറുത്ത് വെച്ചിട്ടുള്ള മല്ലിയുമാണ്. അതിൽ ഞാൻ പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ മില്ലിൽ നിന്നും പൊടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള മല്ലിയാണിത്. പൊടിപ്പിച്ചു കൊണ്ടുവന്ന ഉടൻ തന്നെ ഇതിനെ തുറന്നു വെക്കണം. എങ്കിൽ മാത്രമേ ചൂട് മുഴുവൻ പോവുകയുള്ളൂ. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം ഇതിനെ. ഈ ബാക്കിയുള്ള മല്ലിയെ ഞാൻ ഈ കവറിൽ തന്നെയാണ് വെക്കാറ്. ഇത് നന്നായി കെട്ടിവെക്കണം. ഇതിന് വേറൊരു കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണെങ്കിൽ ഇതിന്റെ ഫ്ലേവർ കുറയും. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ കവറിൽ തന്നെ വെച്ച് കെട്ടിവെക്കുകയാണ് ചെയ്യാറ്. ഇതുപോലെ തന്നെയാണ് മുളക് പൊടിയും ഞാൻ ചെയ്യാറ്. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കവറിൽ കെട്ടിയതിനു ശേഷം ഒരു കണ്ടെയ്നറിൽ വെച്ച് അടച്ചു വെക്കുകയാണ് ചെയ്യാറ്. മല്ലിപ്പൊടി കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ഈ കവറിൽ നിന്ന് എടുത്ത് കണ്ടെയ്നറിലോട്ട് മാറ്റി ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള മല്ലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവർ ഉള്ള മല്ലിപ്പൊടിയാണ് ഇത്. ഇതിനെ നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ കറിക്കെല്ലാം നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് അളവ് ചേർത്താലും മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.